എനിക്ക് ഏറ്റവും തമാശ തോന്നുന്നത് എന്താ അറിയോ, അതായത് റിമ കല്ലിങ്കൽ പുറത്തു വന്ന് നിന്നിട്ട് പറയുന്നു ഞങ്ങളെല്ലാം സംസാരിച്ചിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു. പക്ഷേ സംഘടനയിൽ ഉണ്ടായിരുന്ന എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് തന്നെ പറയുന്നു അവരൊന്നും പറഞ്ഞില്ല, ആരും ഒന്നും ചോദിച്ചില്ല എന്ന് പറയുന്നു. ഇപ്പൊ നിങ്ങൾക്ക് അഭിമുഖം തന്നിരിക്കുന്ന ജോയ് മാത്യു ആണെങ്കിൽ പോലും ആ മീറ്റിംഗിൽ ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് ജോയ് മാത്യു അല്ലെങ്കിൽ റിമ കല്ലിങ്കൽ ഞങ്ങൾ ഈ മീറ്റിംഗ് ശക്തമായി പ്രതിഷേധിക്കുന്നു എന്ന് പറഞ്ഞ് ആ മീറ്റിംഗിൽ നിന്ന് ഇറങ്ങിപ്പോരാതിരുന്നത് എന്താണ്? അവർക്ക് അത്രയും പ്രതികരിക്കാമായിരുന്നല്ലോ. പുറത്ത് വന്നിട്ട് നമ്മളോടൊന്ന് പറയുന്നു, അകത്ത് വേറെ ഒന്ന് സംഭവിക്കുന്നു. ഇവരാരും തന്നെ അകത്തിരുന്ന് പ്രതികരിക്കാതിരുന്നത് എന്താണ്? എത്രയോ ആർട്ടിസ്റ്റുകൾ, ഫീമെയിൽ ആർട്ടിസ്റ്റുകൾ എന്നോട് പറഞ്ഞു, ഒരാള് ഈ സ്ത്രീ സംഘടനയിൽപ്പെട്ട 3 പേര് അവിടെ ഉണ്ടായിരുന്നു, അവരിൽ ആരെങ്കിലും ഒരാൾ എഴുന്നേറ്റ് നിന്ന് ഒന്ന് പ്രതിഷേധിച്ചിരുന്നെങ്കിൽ ഞങ്ങളെല്ലാം അവരോട് ഞങ്ങൾക്ക് പേടി, ഞങ്ങള് സംസാരിച്ചാൽ ഞങ്ങൾ ഒറ്റപ്പെട്ടു പോകുമോ എന്ന് ഭയന്നാണ് എല്ലാവരും മാറി നിൽക്കുന്നത്. ഇത്രയും ശക്തമായ ഒരു സംഘടന ഉണ്ടാക്കി ഇവർ 3 പേരിൽ ഒരാൾ എഴുന്നേറ്റ് നിന്ന് സലീം കുമാർ പറഞ്ഞതിനെതിരെ എന്താണ് സംഘടനയുടെ മറുപടി, സജി നന്ദിയായിട്ട് പറഞ്ഞതിനെതിരെ എന്താണ് മറുപടി എന്ന് ചോദിച്ചിരുന്നെങ്കിൽ അവരോടൊപ്പം ഒരുപാട് സ്ത്രീകൾ നിൽക്കുമായിരുന്നു. അപ്പോ ജോയ് മാത്യു ഉൾപ്പെടെ സംഘടനയുടെ മീറ്റിംഗിൽ പൂർണ്ണമായും ഇരുന്ന് സംസാരിച്ച് വളരെ കൂളായിട്ട് ഇറങ്ങി വന്നിരിക്കുന്നു. അതൊരു എന്താ പറയാ, അതിനൊക്കെ നമുക്ക് എന്താണ് ഉത്തരം പറയേണ്ടത്? വീണ പറയുന്നതെല്ലാം തന്നെ വീണ സ്വയം പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തുകയാണ്. സംഘടന നേരത്തെ നിങ്ങൾ ചോദിച്ചതുപോലെ ഒരാൾ ഒരു പ്രസ്താവന ഇറക്കിയാൽ ഇമ്മീഡിയറ്റ് നമ്മൾ പറയണം, നിങ്ങൾ പറയുന്നതിനെതിരെ ഞങ്ങൾ തീർച്ചയായും പ്രതികരിക്കും എന്ന് പറയുമ്പോഴല്ലേ ഒരു സംഘടന ശക്തമാവുന്നത്. 5 ദിവസം കഴിഞ്ഞ് അയാൾ മാപ്പും പറഞ്ഞ് തിരിച്ചു പോയി കഴിയുമ്പോൾ ഞങ്ങൾ വനിതാ കമ്മീഷന് കൊടുക്കുന്നുണ്ട് എന്ന് പറയാൻ അതിനിവിടെ ഒരു സ്ത്രീ സംഘടനയുടെ ആവശ്യമില്ല. ഇവിടെ അല്ലെങ്കിൽ തന്നെ മഹിളാ സംഘടനകൾ, നിരവധി മഹിളാ സംഘടനകളുണ്ട്. അവർക്കാർക്കും ചെയ്യാവുന്ന ഒരു കാര്യമാണത്. ജോയ് മാത്യുവിന്റെ കാര്യത്തിലുള്ള വിമർശനം അദ്ദേഹം അതിനകത്ത് മിണ്ടിയില്ല എന്നാണ്, പിന്തുണ കിട്ടാത്തത് കൊണ്ട് മിണ്ടിയില്ല എന്ന് അദ്ദേഹം പറയുന്നു. അത് പൂർണ്ണമായും യുക്തിസഹമായ ഒരു കാര്യമല്ല. അദ്ദേഹത്തിന് മിണ്ടാമായിരുന്നു. പിന്തുണ മാത്രം തേടി വർത്തമാനം പറയുന്ന ആളല്ല ജോയ് മാത്യു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് ന്യായീകരണം. പക്ഷെ അദ്ദേഹം പുറത്തു വന്ന് അമ്മയ്ക്കെതിരായ നിലപാട് കർശനമായി പറയാൻ തയ്യാറാവുന്നുണ്ട്. അകത്ത് പറയുന്നതിനേക്കാൾ കുറച്ച് പക്ഷേ ഒരു കൂടി ശക്തമായ കാര്യമായിരിക്കും അദ്ദേഹം പുറത്തു പറയുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തെ ആ വിമർശനത്തിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കാം. ഈ സ്ത്രീ സംഘടനകളുടെ കാര്യത്തിൽ അവർക്ക് ഭീതിയാണോ, അതിനപ്പുറത്ത് കോംപ്രമൈസ് സ്വഭാവം ഇതിനകത്ത് കാണാനുണ്ടോ ഭാഗ്യലക്ഷ്മി? ഇല്ല, ഞാൻ ആ ഇതിലേക്ക് വരുന്നതിനും ഞാൻ പറഞ്ഞത് ജോയ് മാത്യു പുറത്തു വന്നു നിന്ന് ഈ വിഷയം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ജോയ് മാത്യു പിന്തുണയ്ക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഇത് തന്നെയല്ലേ അകത്ത് അദ്ദേഹം ഭയപ്പെടുന്നു എന്ന് താങ്കൾ പറഞ്ഞത്. അപ്പോ അകത്ത് നിന്ന് പറയുമ്പോൾ എന്താണോ അദ്ദേഹത്തിന് കിട്ടുന്ന മറുപടി അത് തന്നെയായിരിക്കും പുറത്തു നിന്നും കിട്ടുന്നത്. ഞാൻ പറയുന്നത് അകത്ത് നിന്ന് പ്രതികരിച്ച് പുറത്തും വന്ന് പ്രതികരിച്ചിരുന്നെങ്കിൽ കുറെ കൂടി നമുക്ക് ആ വിഷയത്തിൽ ഒരു ശക്തി കിട്ടുമായിരുന്നു എന്നുള്ള. ഓക്കെ, നമുക്ക് ആ വിഷയം അവിടെ വിടാം. എന്ത് തന്നെയായാലും താങ്കൾ പറഞ്ഞ രീതിയിൽ ഇവിടെയുള്ള സിനിമയിലുള്ള ഒരാൾ പോലും ഈ വിഷയത്തിന് എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്നുള്ളത് എനിക്ക് ഏറ്റവും അത്ഭുതവും സങ്കടം. അത് അമ്മയെ മാത്രം ഉദ്ദേശിച്ചല്ല, എല്ലാ ടെക്നീഷ്യൻസും, എല്ലാ സംവിധായകരും, എല്ലാ നിർമ്മാതാക്കളും എല്ലാവരും തന്നെ എന്തുകൊണ്ട് മൗനം പാലിക്കുന്നു എന്നുള്ളത് വളരെ സങ്കടകരമായ, അത്ഭുതം തോന്നുന്ന ഒരു അവസ്ഥ തന്നെയാണ് എനിക്ക്.